ഇന്നേ നല്ലൊരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇത് വെച്ച് ഞാനിന്ന് ചപ്പാത്തിക്കും ചോറിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മസാലക്കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. തോരനല്ല, ഞാനിത് ചിക്കൻ കറി പോലെ ഒന്ന് വയ്ക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാനിതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ചെത്തിയെടുക്കട്ടെ. ഇതാ കണ്ടോ, ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര കറയൊക്കെ ഉള്ള ചക്കയാണ്, നല്ല ചക്കയാണ്. നല്ല ചക്കയ്ക്ക് ആണ് ഇങ്ങനെ ഈ കറയൊക്കെ വരുന്നത് അതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അടിപൊളി ചക്കയാണ്. ഞാനിതൊന്ന് ഇതിൻ്റെ തോടൊക്കെ ചെത്തി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇതാ അതിൽ ഹാഫ് പോർഷൻ എടുത്തിട്ട് ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലവണ്ണം ഒന്ന് കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ചക്ക അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊന്ന് കടുക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ചെയ്യാനുള്ള കാണിച്ചു തരാവേ. ഇതാ ഒരു വലിയ സവാളയും 2 പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, കടുകെല്ലാം പൊട്ടി ഇച്ചിരി കറിവേപ്പിലയും ഇട്ടിട്ട് ഈ സവാളയും കൂടെ നമുക്കൊന്ന് അതിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് സവാളയിലോട്ടിട്ട് ഒന്ന് വഴറ്റാവേ. ഇത് ഒന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ ഗ്യാസിൻ്റെ ഒരടുപ്പിൽ നിന്ന് ചക്ക വേവുന്നു, ഒന്നിൽ നമ്മൾ സവാള വഴറ്റാനിട്ടിട്ടുണ്ട്. അതെല്ലാം വഴണ്ട് വരുന്നത് രണ്ടും റെഡിയായി വരുന്ന സമയം നമുക്കൊരു കൂട്ടുണ്ടാക്കി വയ്ക്കാം. ഇച്ചിരി കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്ന് പറഞ്ഞാൽ ഇത് മസാല തുരുതുരാന്ന് പൊടിച്ചെടുത്തതാണ്. തീരെ നല്ല പൊടിയായിട്ട് എടുത്തിട്ടില്ല, തുരുതുരാന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കൂട്ടുണ്ട്. ഇത് നമുക്ക് വഴണ്ട് വരുന്ന സവാളയിലോട്ട് ഒന്ന് തട്ടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതാ കണ്ടോ, സവാളയൊക്കെ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചേർത്ത് വെച്ചിരുന്ന ഈ മസാലകളെല്ലാം കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാവേ. ആ സമയം നമ്മൾ മറ്റേ അടുപ്പിൽ വെച്ചിരുന്ന ചക്കത നല്ലവണ്ണം ചിക്കൻ പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ ആ കൂട്ടിൻ്റെ പച്ചമണമെല്ലാം മാറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത ചക്ക ഇതിലോട്ടൊന്ന് തട്ടിയെടുക്കാവേ. ഇതാ നല്ല ചിക്കൻ പെരട്ട് പോലെ ആയിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മസാലയുടെ എല്ലാം നല്ല മണം വരുന്നുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ പെരട്ട് പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് അല്പം ഗ്രേവി വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം, അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ അല്പം ചൂടുവെള്ളമാണേ ഒഴിക്കാൻ പോകുന്നത്. ഒന്ന് ഒഴിച്ച് റെഡിയാക്കട്ടെ. വെള്ളം എല്ലാം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇച്ചിരി ഗ്രേവിയോട് കൂടി എടുക്കാം, എന്നാൽ തീരെ വെള്ളവും ആക്കണ്ട. അങ്ങനെ ഇതൊന്ന് തിളച്ച് വരട്ടെ. അതാണ്ടോ തിളച്ചപ്പോൾ തന്നെ കണ്ടാൽ തന്നെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല നമ്മുടെ ബീഫോ ചിക്കനോ ഒക്കെ വയ്ക്കുമ്പോൾ ഇരിക്കുന്നില്ലേ, പക്ഷേ ടേസ്റ്റും അതിനേക്കാളും അപ്പുറത്താണ് കേട്ടോ. ഓക്കെ, ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതെല്ലാം ഏകദേശം വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ 2 ചേരുവ കൂടെ ചേർക്കാനുണ്ട്. ഒരല്പം തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞ്, ഇത് ഒരുപാട് വേവണ്ട, ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് ചൂടായി വന്നാൽ മതി, വെന്ത് ചേരണ്ട തക്കാളി. ഓക്കെ, ഇനി അല്പം മല്ലിയിലയും കൂടെ ഇട്ടാൽ നമ്മുടെ ചിക്കൻ കറി റെഡി. ഇത് നോക്കിക്കേ, അടിപൊളി ചിക്കനെ കാട്ടിയും ടേസ്റ്റുള്ള, ചിക്കനോ ബീഫിനെ കാട്ടിയൊക്കെ ടേസ്റ്റുള്ള അടിപൊളി ചക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിച്ചക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് വച്ച് കഴിച്ചു നോക്കണം. ഞാനിത് പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാവേ. ഇതാ അങ്ങനെ നമ്മുടെ മട്ടൻ ചാപ്സ് വേണമെങ്കിൽ അങ്ങനെ പറയാം, അങ്ങനെ പറഞ്ഞ് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കേട്ടോ. മട്ടൻ ചാപ്സ് എന്നോ ചിക്കൻ ചാപ്സ് എന്നോ എന്ത് വേണോ പറഞ്ഞ് നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണേ. ബൈ.